നെക്സ്റ്റ് സ്റ്റെപ്പ് 3ലേക്ക് മൂവ് ചെയ്യണം. സെക്കൻഡ് സ്റ്റെപ്പിൽ നമുക്ക് കിട്ടിയ വാല്യൂസ് അതിൻ്റെ സമ്മേഷൻ ഇവിടെ നിന്ന് മാർക്ക് ചെയ്യാണ്. ഫസ്റ്റ് വെർട്ടിക്കൽ ഫോഴ്സിൻ്റെ സമ്മേഷൻ അപ്വാർഡും ഡൗൺവാർഡും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡിഫറൻസാണ് നമുക്ക് കാണേണ്ടത്. നമുക്ക് വാല്യൂ കിട്ടുന്നത് 20890 കിലോ ന്യൂട്ടൺ. ഏത് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്? ഡൗൺവാർഡ് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഒറിസോണ്ടൽ ഫോഴ്സിൻ്റെ സമ്മേഷൻ ചെയ്യാനൊന്നുമില്ല, ആകെ ഒരു ഒറിസോണ്ടൽ ഫോഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. അത് 18,000 ആണ്. നമ്മൾ മാർക്ക് ചെയ്തു. ഏത് ഡയറക്ഷനിലേക്കാണ്? റൈറ്റിലേക്കാണ് അതിൻ്റെ മൂവ്മെൻ്റ് ഉള്ളത്. ദെൻ റെസിസ്റ്റിംഗ് മൊമെൻറ്റ്, അതിൻ്റെ സമ്മേഷൻ. റെസിസ്റ്റിംഗ് മൊമെൻറ്റിൻ്റെ സമ്മേഷൻ നമുക്ക് കിട്ടിയിട്ടുള്ളത് 12,23,921 കിലോ ന്യൂട്ടൺ മീറ്റർ. ദെൻ ഓവർടേണിംഗ് മൊമെൻറ്റിൻ്റെ സമ്മേഷൻ 8,44,162 കിലോ ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, അത് നമ്മളിവിടെ മാറ്റി എഴുതി. ഇനി സ്റ്റെപ്പ് 3ൽ നമ്മൾ എന്താണ് പരിശോധിക്കുന്നത്? ഒരു 4-5 ക്രൈറ്റീരിയകളുണ്ട്. ആ ക്രൈറ്റീരിയനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ഗിവൺ ഗ്രാവിറ്റി ഡാം സേഫ് ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഓവർ ടേണിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഓവർ ടേണിങ്ങിൻ്റെ കണ്ടീഷൻ എന്തായിരുന്നു? റെസിസ്റ്റിംഗ് മൊമെൻറ്റിൻ്റെ സമ്മേഷൻ ഡിവൈഡഡ് ബൈ ഓവർ ടേണിംഗ് മൊമെൻറ്റിൻ്റെ സമ്മേഷൻ എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 2 കൂടുതലായിരിക്കണം. ചില കേസിൽ 3 എന്നുള്ള കണ്ടീഷനും കൂടെ ഉണ്ട്. നമ്മൾ 2 എടുത്താൽ മതി. ഓക്കെ, ഇവിടെ വാല്യൂസ് നമുക്കറിയാം. റെസിസ്റ്റിംഗ് മൊമെൻറ്റിൻ്റെ വാല്യൂ ഇവിടെ എഴുതി. ഡിവൈഡഡ് ബൈ 8,44,162. അത് 2 കൂടുതലാകണം. നമുക്കിവിടെ വാല്യൂ കിട്ടുന്നത്, ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ 1.45 ആണ്. അപ്പോൾ അത് 2 കൂടുതലല്ല നമുക്കറിയാം. ഹെൻസ് it is not okay. That means the given gravity dam is not safe against overturning. ഓവർടേണിങ്ങിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഗ്രാവിറ്റി ഡാം സേഫ് അല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഇനി രണ്ടാമത്തെ ഒരു കണ്ടീഷനിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മൾ ടെൻഷൻ എന്ന് പറയുന്നൊരു കണ്ടീഷൻ എടുക്കും. ഓക്കെ, ടെൻഷൻ എന്ന് പറയുന്നൊരു കണ്ടീഷൻ എന്താണ്? ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്രൈറ്റീരിയ, എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് b/6 കുറവായിരിക്കണം. ബി എന്ന് പറഞ്ഞാൽ ബോട്ടം വിഡ്ത്ത്, അത് നമുക്കറിയാം. ബിയുടെ വാല്യൂ നമുക്കറിയാം, 49.2 ആണ് വാല്യൂ. ദെൻ എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കണം. എന്തായിരുന്നു എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ? എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് റിസൾട്ടൻ്റ് ആക്ട് ചെയ്യുന്ന പോയിന്റിലേക്കുള്ള ദൂരമാണ്. അപ്പോൾ ഇതൊരു റിസൾട്ടൻ്റ് എന്ന് വിചാരിക്കുക. നമ്മൾ ഇതൊരു പ്ലാനാർ വ്യൂ വരച്ചു ഗ്രാവിറ്റി ഡാമിൻ്റെ. അപ്പോൾ അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഈ റെക്ടാങ്കിളിൻ്റെ സെൻറ്ററിലായിരിക്കും ഉണ്ടാവുക. ദെൻ റിസൾട്ടൻ്റ് ആക്ട് ചെയ്യുന്ന പോയിന്റ് വരച്ചു. അപ്പോൾ ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് റിസൾട്ടൻ്റ് ആക്ട് ചെയ്യുന്ന പോയിന്റിലേക്കുള്ള ദൂരത്തെയാണ് എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ആ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് b/6 കുറവായിരിക്കണം. b/6 എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളതിനെ മിഡിൽ തേർഡ് റൂൾ എന്ന് പറയാറുണ്ട് കേട്ടോ. മിഡിൽ തേർഡ് റൂൾ അങ്ങനെ പേര് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ റെക്റ്റാങ്കിളിൻ്റെ ഹാഫ് എടുത്തു b/2, അതിൻ്റെ 1/3. ഓക്കെ, ഈ b/2ൻ്റെ 1/3 അതിനുള്ളിലായിരിക്കണം ഫ്രം എവിടുന്ന്? സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന്. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയിൽ നിന്ന് b/2ൻ്റെ 1/3, ദാറ്റ് മീൻസ് മിഡിൽ തേർഡ് റൂൾ, അതിനേക്കാൾ ഉള്ളിലായിരിക്കണം നമ്മുടെ റിസൾട്ടൻ്റ് ആക്ട് ചെയ്യേണ്ടത്. ഇതാണ് കണ്ടീഷൻ. ഓക്കെ, ദെൻ ഇനി നമുക്ക് എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കണം. എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ടോയിൽ നിന്ന് ഈ റിസൾട്ടൻ്റ് എത്ര ദൂരം മാറിയിട്ടാണ് ആക്ട് ചെയ്യുന്നത് എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ആ ദൂരത്തെ നമ്മൾ x ബാർ എന്ന് മാർക്ക് ചെയ്തു. അപ്പോൾ x ബാർ ആദ്യം കണ്ടുപിടിക്കണം. x ബാർ എന്ന് പറയുന്നത് നമുക്ക് റെസിസ്റ്റിംഗ് മൊമെൻറ്റ് മൈനസ് സമ്മേഷൻ ഓഫ് ഓവർടേണിംഗ് മൊമെൻറ്റ് ഡിവൈഡഡ് ബൈ വെർട്ടിക്കൽ ഫോഴ്സിൻ്റെ സമ്മേഷൻ. നമുക്ക് എത്രയാണ് വാല്യൂ കിട്ടുക? റെസിസ്റ്റിംഗ് മൊമെൻറ്റ് 12,23,921 മൈനസ് ഓവർടേണിംഗ് മൊമെൻറ്റ് 8
44,162. വെർട്ടിക്കൽ ഫോഴ്സിൻ്റെ സമ്മേഷൻ 20890. നമുക്ക് എക്സ് ബാറിൻ്റെ വാല്യൂ 18.18 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, എക്സ് ബാർ 18.18 മീറ്റർ ആണ്. ഇനി നമുക്ക് കിട്ടേണ്ടത് എന്താണ്? എക്സെൻട്രിസിറ്റിയാണ്. എക്സെൻട്രിസിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് b/2 മൈനസ് എക്സ് ബാർ ആയിരിക്കും. b/2 മൈനസ് എക്സ് ബാർ. ബി എന്ന് പറയുന്നത് 49.2 ഡിവൈഡഡ് ബൈ 2 മൈനസ് എക്സ് ബാർ. നമ്മുടെ വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടുന്നത് 6.42 മീറ്ററാണ്. 6.42 മീറ്റർ. അതാണ് എക്സെൻട്രിസിറ്റി വരുന്നത്. ഓക്കെ, ദെൻ ഇനി എന്താണ് ഇവിടുത്തെ കണ്ടീഷൻ? ഇ ഷുഡ് ബി ലെസ് ദാൻ b/6 എന്നുള്ളതാണ് കണ്ടീഷൻ. ഇ നമുക്കറിയാം 6.42 ആണ്. ദെൻ ബി എന്ന് പറയുന്നത് 49/6 എന്ന് പറയുന്നത് നമുക്ക് 8 സംതിങ് കിട്ടും. ഓക്കെ, 8 പോയിൻറ്റ് സംതിങ് എന്ന് കിട്ടും. ഇത് എന്താണ് കണ്ടീഷൻ? 8നേക്കാൾ കുറവാണ് 6.42. ഹെൻസ് ഇറ്റ് ഈസ് ഓക്കെ. ദാറ്റ് മീൻസ് ദ ഗിവൻ ഗ്രാവിറ്റി ഡാം ഈസ് സേഫ് അഗെയിൻസ്റ്റ് ടെൻഷൻ. മൂന്നാമത്തെ ക്രൈറ്റീരിയ, നമ്മൾ കംപ്രഷൻ എടുക്കുകയാണ്. നമ്മുടെ ഗ്രാവിറ്റി ഡാമിന് കംപ്രഷൻ അല്ലെങ്കിൽ ക്രഷിങ് താങ്ങാൻ കഴിവുണ്ടോ ഇല്ലയോ എന്നാണ് നോക്കുന്നത്. അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് നമുക്ക് സ്ട്രെസ്സ്, മാക്സിമം സ്ട്രെസ്സാണ് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ ഇക്വേഷൻ സിഗ്മ എഫ് ഇ ഡിവൈഡഡ് ബൈ ബി 1 പ്ലസ് 6e ഡിവൈഡഡ് ബൈ ബി. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ദെൻ എന്താണ് കണ്ടീഷൻ? അലവബിൾ സ്ട്രെസ് എന്ന് പറയുന്നത്, നമ്മൾ കോൺക്രീറ്റ് ആണ് നമ്മുടെ സ്ട്രക്ചർ എന്നെടുക്കുകയാണ്. ഇപ്പോൾ കോൺക്രീറ്റിൻ്റെ അലവബിൾ സ്ട്രെസ് എന്ന് പറയുന്നത് 3000 kN/m². നോർമലി പ്രത്യേകം തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളതാണ് എടുക്കേണ്ടത്. ഓക്കെ, ഇനി പി മാക്സ് കണ്ടുപിടിക്കണം. അലവബിൾ നമുക്ക് അറിയാം. ആ അലവബിളിനേക്കാൾ കൂടുതലാണോ കുറവാണോ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. കൂടുതലാണ് എന്നുണ്ടെങ്കിൽ കംപ്രഷൻ ഫെയിലിയർ ഉണ്ടാകും, കുറവാണെങ്കിൽ നോ ഇഷ്യൂസ്. ഇപ്പോൾ സിഗ്മ എഫ് ഇ നമ്മളിവിടെ എഴുതി 20890 ഡിവൈഡഡ് ബൈ 49.2 1 പ്ലസ് 6 ഇൻറ്റു എക്സെൻട്രിസിറ്റി എത്രയായിരുന്നു നേരത്തെ കണ്ടുവച്ചത്? 6.42 ഡിവൈഡഡ് ബൈ 49.2. ഈ വാല്യൂ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് പി മാക്സിൻ്റെ വാല്യൂ 757.06 kN/m² എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ എന്താണ് കണ്ടീഷൻ വന്നിട്ടുള്ളത്? നമ്മുടെ പി മാക്സ് എന്ന് പറയുന്നത് പി അലവബിളിനേക്കാൾ കുറവാണ്. ഹെൻസ് ഇറ്റ് ഈസ് ഓക്കെ. That means the given gravity dam is safe against compression or crushing. അതാണ് മൂന്നാമത്തെ കണ്ടീഷൻ. ഇനി നാലാമത്തെ കണ്ടീഷനിലേക്ക് വരിക. നാലാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് സ്ലൈഡിങ്ങുമായി കമ്പയർ ചെയ്യാം. ഓക്കെ, സ്ലൈഡിങ്ങിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഡാം സേഫ് ആണോ അല്ലയോ എന്നാണ് നോക്കുന്നത്. സ്ലൈഡിങ്, നമ്മുടെ കണ്ടീഷൻ മ്യൂ സിഗ്മ എഫ് ഇ ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് എച്ച് എന്ന് പറയുന്നത് 1നേക്കാൾ കൂടുതലായിരിക്കണം. ഇതാണ് കണ്ടീഷൻ. അതിനേക്കാൾ കൂടുതലാണെങ്കിൽ നോ ഇഷ്യൂസ്. ഇനി മ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. അതിൻ്റെ വാല്യൂ 0.65 to 0.75 ആണ് നോർമലി റേഞ്ച് ചെയ്യുന്നത്. നമുക്ക് പ്രത്യേകം തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും 0.7 എടുക്കുക. ഓക്കെ, ദെൻ വാല്യൂസ് എഴുതുമ്പോൾ 0.7 ഇൻറ്റു എഫ് ഇയുടെ വാല്യൂ 20890 ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് എസ് 18,000. അത് 1നേക്കാൾ കൂടുതലായിരിക്കണം. നമുക്ക് ഈ വാല്യൂ ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത് 0.81 എന്നാണ്. ഓക്കെ, 1നേക്കാൾ കൂടുതലല്ല 0.81. സോ നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഓക്കെ. ദാറ്റ് മീൻസ് നോട്ട് ഓക്കെ എന്ന് മാത്രം എഴുതി വെക്കരുത്. ദാറ്റ് മീൻസ് ദ ഗിവൺ ഗ്രാവിറ്റി ഡാം
ഈസ് നോട്ട് സേഫ് അഗെയിൻസ്റ്റ് സ്ലൈഡിങ്. അതാണ് നാലാമത്തെ കണ്ടീഷൻ. ഇനി നമ്മൾ അഞ്ചാമത്തെ കണ്ടീഷനിലേക്ക്, ലാസ്റ്റ് കണ്ടീഷനിലേക്ക് മൂവ് ചെയ്യണം. അഞ്ചാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഷിയർ ഫ്രിക്ഷൻ ഫാക്ടർ. ഇത് ആക്ച്വലി സ്ലൈഡിങ് തന്നെയാണ്. ലോ ഗ്രാവിറ്റി ഡാം ആകുമ്പോൾ നമുക്ക് സ്ലൈഡിങ് കൺസിഡർ ചെയ്താൽ മതി. ഹൈ ഗ്രാവിറ്റി ഡാം ആകുമ്പോൾ ഷിയർ ഫ്രിക്ഷൻ ഫാക്ടറാണ് കൺസിഡർ ചെയ്യേണ്ടത്. സ്ലൈഡിങ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫൗണ്ടേഷൻ ലെവലിൽ ഉണ്ടാകുന്ന മൂവ്മെൻറ്റാണ്, ഒറിസോണ്ടൽ മൂവ്മെൻറ്റാണ്. ഈ ഫൗണ്ടേഷൻ ലെവലിൽ മാത്രമല്ല, നമ്മുടെ ജോയിൻറ്റിൽ, അപ്പർ ലെവലിൽ ജോയിൻറ്റിലും, മേസണറി ആണെങ്കിലും കോൺക്രീറ്റ് ആണെങ്കിലും ജോയിൻ്റ് ഉണ്ടാകും. ആ ജോയിൻറ്റിലും സ്ലൈഡിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. ഓക്കെ, അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് മ്യൂ സിഗ്മ എഫ് ഇ, ഒരു ടേം കൂടെ എക്സ്ട്രാ വരുന്നുണ്ട്, ബി ഇൻറ്റു ക്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് എച്ച്. ഓക്കെ, ബി ക്യൂ ഡിവൈഡ് ബൈ സിഗ്മ എഫ് എച്ച് എന്ന് പറയുന്ന ഒരു ടേം എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഇത് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 5 or 3. ഓക്കെ, 5 or 3 നമുക്ക് എടുക്കാം. 5-നേക്കാൾ കൂടുതലാണെങ്കിൽ പക്ക സേഫാണ് എന്നാണ് മീനിങ്. 3-യേക്കാൾ കുറവാണ്, 3 ടൈംസിനേക്കാൾ കൂടുതലാകുന്നില്ല, കുറവാണ് എന്നുള്ള കണ്ടീഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അത് ഫെയിലിയർ ആകും എന്ന് ഉറപ്പാണ്. 3-ൻ്റെ 5-ൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, മോഡറേറ്റ് എന്നുള്ള കണ്ടീഷനാണ്. അപ്പോൾ നമ്മളിവിടെ ഏതെങ്കിലും ഒരു വാല്യൂ എടുക്കുക. ഞാൻ ഇവിടെ 5 ആണ് എടുക്കുന്നത്. 5-നെ ബേസ് ചെയ്ത് പറയാം. 5-നേക്കാൾ കൂടുതലാണെങ്കിൽ സേഫാന്ന് പറയും, 5-നേക്കാൾ കുറവാണെങ്കിൽ നോട്ട് ദാറ്റ് മച്ച് സേഫ് എന്ന് പറയും. ഓക്കെ, മ്യൂ നമ്മൾ ഓൾറെഡി കണ്ടതാണ്, 0.7 കൊടുത്തു. സിഗ്മ എഫ് ഇ 20890. ദെൻ വേർ ബി എന്ന് പറഞ്ഞാൽ ബോട്ടം വിഡ്ത്താണ്, 49.2. ദെൻ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. ക്യൂ എന്ന് പറഞ്ഞാൽ അലവബിൾ സ്ട്രെസ്സാണ്. ഓക്കെ, ഈ ജോയിൻറ്റിലുള്ള നമുക്ക് അലോ ചെയ്യാൻ പറ്റുന്ന സ്ട്രെസ്സാണ്. നോർമലി ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ 1400 kN/m² എടുത്താൽ മതി. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ പ്രത്യേകം പുവർ റോക്കാണ് എന്നുള്ളത് പറയുകയാണെങ്കിൽ 1400 എടുക്കുക. ഇനി സപ്പോസ് നല്ല റോക്കാണ്, ഗുഡ് റോക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് 4000 വരെ എടുക്കാം. ഓക്കെ, 4000 kN/m² വരെ എടുക്കാം. ഇത് ആക്ച്വലി 14 kg/cm² ആണ്. ഇത് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് 1300 സംതിങ് എന്ന് കിട്ടും. അത് റൗണ്ട് ചെയ്ത് 1400 എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ബി ഇൻറ്റു 1400 ഡിവൈഡഡ് ബൈ 18,000. ഇത് എന്തിനേക്കാൾ കൂടുതലായിരിക്കണം? 5-നേക്കാൾ കൂടുതലായിരിക്കണം. ഈ വാല്യൂ നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ വരുന്നത് 4.64 ആണ്. ഓക്കെ, അത് 5-നേക്കാൾ കൂടുതലല്ല. ഹെൻസ് ഇറ്റ് ഈസ് നോട്ട് ഓക്കെ. ഹെൻസ് ദ ഗിവൻ ഗ്രാവിറ്റി ഡാം ഈസ് നോട്ട് സേഫ് അഗെയിൻസ്റ്റ് ഷിയർ ഫ്രിക്ഷൻ ഫാക്ടർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രൊസീജിയർ വരുന്നത്. നമ്മൾ ആദ്യം നമ്മുടെ ഗിവൺ ഡാറ്റ വെച്ച് വൃത്തിയായിട്ടൊരു ഫിഗർ വരച്ചു. ദെൻ ആ ഫിഗറിൽ തന്നിട്ടുള്ള ഡാറ്റയൊക്കെ മാർക്ക് ചെയ്തു. തരാത്ത ഡാറ്റ നമ്മൾ കണ്ടുവച്ചു. ദെൻ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ഡയഗ്രാം വരച്ചു. ഇത്രയും സ്റ്റെപ്പ് 1. ദെൻ സ്റ്റെപ്പ് 2-ൽ നമ്മൾ ചെയ്യുന്നത് ഓരോ ഫോഴ്സസും ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അതിൻ്റെ ലിവർ ആം വിത്ത് റെസ്പെക്ട് ടു ടോ കണ്ടുപിടിക്കുന്നു. ദെൻ മൊമെൻറ്റ് കണ്ടുപിടിക്കുന്നു. ആ മൊമെൻറ്റ് റെസ്റ്റിംഗ് മൊമെൻ്റ് ആവാം, അല്ലെങ്കിൽ ഓവർ ടേണിംഗ് മൊമെൻ്റ് ആവാം. അത് നമ്മൾ ഡയറക്ഷൻ നോക്കിയിട്ട് കണ്ടുപിടിക്കുന്നു. ദെൻ സമ്മേഷൻ ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ്, ഡയറക്ഷൻ നോക്കണം. ദെൻ സമ്മേഷൻ ഓഫ് ഹൊറിസോണ്ടൽ ഫോഴ്സ്, ദെൻ സമ്മേഷൻ ഓഫ് റെസ്റ്റിംഗ് മൊമെൻറ്റ്, സമ്മേഷൻ ഓഫ് ഓവർ ടേണിംഗ് മൊമെൻറ്റ്, ഇതെല്ലാം കണ്ടുവെക്കുന്നു. അതിനുശേഷം 3-ാമത്തെ സ്റ്റെപ്പിലേക്ക് വരുന്നു. 3-ാമത്തെ സ്റ്റെപ്പിൽ സ്ലൈഡിങ്, ഷിയർ ഫ്രിക്ഷൻ ഫാക്ടർ, ഓവർ ടേണിംഗ്, ദെൻ ടെൻഷൻ, കംപ്രഷൻ, ഈ 5 പാരാമീറ്റർ വെച്ച് നമ്മുടെ ഗിവൺ ഡാം സേഫ് ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കുന്നു. ഓക്കെ, പ്രൊസീജിയർ കൃത്യമായിട്ട് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. താങ്ക് യു.